പണ്ടൊക്കെ നല്ല മഴയുള്ള സമയത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിച്ചിരുന്ന ഒരു സാധനമാണ് വാട്ടക്കപ്പ. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാക്കറ്റ് വാട്ടക്കപ്പ ഏകദേശം 1/2 കിലോ ഉണ്ടത്. അതൊന്ന് വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട്. 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂറോളം ഇതൊന്ന് കുതിർന്ന് കിട്ടണം. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ വെന്ത് കിട്ടുള്ളൂ. കുതിർന്ന വാട്ടക്കപ്പ ഒരു കുക്കറിലേക്ക് ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് അതൊന്ന് നമുക്ക് വെള്ളം കളഞ്ഞ് കോരി മാറ്റി വെക്കാം. ഇനി വാട്ടക്കപ്പയ്ക്ക് ആവശ്യമുള്ളത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി വേണം, ഉണക്കമുളക് വേണം. അത് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാമേ. ചെറിയുള്ളി ഞാനൊരു 15 ചെറിയുള്ളിയോളം എടുത്തിട്ടുണ്ട്. എത്രത്തോളം ഇടണോ അത്രത്തോളം നല്ല ടേസ്റ്റാണ്. പിന്നെ ചിരകിയ തേങ്ങയും വേണം. ചീനച്ചട്ടിയിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചതച്ച് വച്ചിരിക്കുന്ന ഉള്ളിയും മുളകും ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കപ്പയ്ക്ക് നമ്മൾ ഓൾറെഡി ഉപ്പിട്ടാണ് വേവിച്ചേക്കണത്. എന്നാലും വെള്ളം ഊറ്റിക്കളയുമ്പോൾ ഒരിച്ചിരി ഉപ്പ് കുറഞ്ഞതുപോലെ തോന്നും. അതുകൊണ്ടാണ് ഉള്ളിക്ക് ഒരിച്ചിരി കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി അതിനകത്തേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത്രയും മതി. ഉള്ളി മുളകും ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കപ്പയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ എല്ലാ സൈഡിലേക്കും ഉള്ളിയും മുളകും ആവുന്നത് വരെ നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണേ. ഇതിപ്പോൾ നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകി എടുത്തതാണ് ചേർക്കണത്. അങ്ങനെ ചേർക്കുമ്പോൾ തേങ്ങയുടെ പാലിൻ്റെ രുചി നല്ല എടുത്ത് നിൽക്കും. തേങ്ങ വെന്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിപ്പോൾ തന്നെ എടുക്കാനുള്ള കപ്പയാണല്ലോ, അപ്പോൾ പിന്നെ തേങ്ങ അധികം വേഗമൊന്നും വേണ്ട. നല്ല ടേസ്റ്റായിരിക്കും. ആ ചിരകിയ തേങ്ങയുടെ പാൽ ആ കപ്പയിലേക്ക് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അതും കൂടെ ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം ഇച്ചിരി പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും അവസാനമായിട്ട് ഒന്നും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വാട്ടക്കപ്പ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല മഴയത്ത് വാട്ടക്കപ്പയും കട്ടൻ ചായയും നല്ല കോമ്പിനേഷനാണ്. ഇതിൻ്റെ കൂടെ മീൻകറി കൂട്ടിയോ കറിയൊന്നും ഇല്ലാതെയോ നമുക്ക് നല്ല രുചിയിൽ കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്